സന്തോഷം കണ്ടെത്തണമെങ്കിൽ അവനവൻ ആഗ്രഹിച്ചാൽ ആ സന്തോഷങ്ങൾ കണ്ടെത്താം എന്ന് ജീവിതം കൊണ്ട് എൻ്റെ മുന്നിൽ ഉദാഹരണമായി നിൽക്കുന്ന ഒരാളാണ് അമ്മ. അതേപോലെ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് രാധാമണിയമ്മയെ കുറിച്ച് ഇത് ഇവിടെ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാറ് മുതൽ ജീപ്പ് മുതൽ JCB വരെ ഓടിക്കുന്ന ഒരു രാധാമണി അമ്മയുടെ വീഡിയോസ് ഞാൻ കണ്ടു. ഒരു 70 വയസ്സൊക്കെ കഴിഞ്ഞ നല്ല സുന്ദരിയായ ഒരു അമ്മയാണ്. അതേപോലെയുള്ള ഉദാഹരണങ്ങൾ ഞാൻ കണ്ടു. പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണെന്ന് തോന്നുന്നു, തട്ടുകട നടത്തി LLBക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയെ കുറിച്ച് ഞാൻ കേട്ടു. അതേപോലെ നമ്മുടെ മുന്നിൽ എത്രയോ വിദേശത്ത് പഠിക്കാൻ പോയിട്ട് അവിടെ പാർട്ട് ടൈം ജോലി ചെയ്ത് പഠനവും ജോലിയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ വീണ മാഡം എൻ്റെ അടുത്ത് ഇപ്പൊ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ചെയ്ത ബൈക്ക് യാത്രയെ കുറിച്ചായിരുന്നു. അപ്പൊ സത്യത്തിൽ എനിക്കൊക്കെ എത്രയോ ബൈക്ക് ഓടിച്ച് ഹിമാലയം വരെ പോകുന്ന സ്ത്രീകളെയും സ്വന്തം അമ്മയെ ബൈക്കിന്റെ പിന്നിലിരുത്തി സീമ എന്നാണെന്ന് തോന്നുന്നു ആ ഒരു റൈഡറിന്റെ പേര്, ഹിമാലയത്തിൽ വണ്ടി ഓടിച്ച അങ്ങനെയുള്ളൊരു റൈഡറുടെ കഥയും ഞാൻ കേട്ടു. അപ്പൊ അതിൽ നിന്നൊക്കെ എത്രയോ നമുക്ക് ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയാണ് തോന്നുന്നത്. വിവാഹം എന്നുള്ളത് ഒന്നിന്റെയും അവസാന വാക്കല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിക്കുന്ന കുട്ടികൾ ഇന്നുണ്ട്. വിവാഹം വേണോ വേണ്ടയോ വിവാഹം വേണോ വേണ്ടയോ എന്ന തീരുമാനം സ്വന്തം തീരുമാനമായിരിക്കണം എന്ന് ഉറപ്പിച്ചിട്ടുള്ള പെൺകുട്ടികളെ കാണാം. അതിലും ഭംഗി എനിക്ക് തോന്നിയത് അതിന് പൂർണ്ണമായി പിന്തുണ കൊടുത്തുകൊണ്ട് അവരുടെ ഒപ്പം നിൽക്കുന്ന മാതാപിതാക്കളെയും കാണുമ്പോഴാണ് ശരിക്കും ഈ നമ്മുടെ സമൂഹം സത്യത്തിൽ മാറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നുള്ള വളരെ ശുഭകരമായിട്ടുള്ള ഒരു പ്രതീക്ഷ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി എൻ്റെ സ്വന്തം കാര്യത്തിൽ വരികയാണെങ്കിൽ എനിക്കും ഉണ്ടായിരുന്നു ഒരു ബക്കറ്റ് ലിസ്റ്റ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് എഴുതി വെക്കുക, അതിൽ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ടിക്ക് ഇടുക എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്ത മനസ്സുഖം കിട്ടുന്ന ഒരു കാര്യമാണ്. എനിക്കുണ്ടായിരുന്നത് ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരുന്നു. അത് ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ചെയ്യുന്നുമുണ്ട്. നീന്തൽ പഠിക്കണമെന്നുണ്ടായിരുന്നു. അതിന്റെ വളരെ ബേസിക് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെ അറിയുള്ളൂ എങ്കിലും അത് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ബൈക്ക് റൈഡ് എന്ന് പറയുന്നത് കുട്ടിക്കാലം എനിക്ക് തോന്നുന്നു അച്ഛന്റെ പിന്നിൽ ഇരുന്ന് എല്ലാവർക്കും അത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അച്ഛൻ്റെ കൂടെ ബൈക്കിൽ പോയിട്ടുള്ള ഏതൊരു പെൺകുട്ടിക്കും ഉള്ള ഒരു സ്വപ്നമായിരിക്കും എന്തെങ്കിലും ബൈക്ക് ഓടിക്കാൻ പഠിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്ത കാര്യങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. വെറുതെ അത് ചെയ്തത് കൊണ്ട്, അത് ടിക്ക് ചെയ്ത് പോയത് കൊണ്ട് അതിന്റെ ഒരു ഭംഗി മുഴുവനാവണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നാലേ അതിന്റെ ഭംഗി നമുക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. ഇപ്പൊ ബൈക്ക് ഓടിക്കുന്ന കാര്യമാണെങ്കിലും ബൈക്ക് ഓടിക്കാൻ പഠിച്ചു, നല്ല സ്പീഡിലൊക്കെ പോകാനൊക്കെ അറിയാമെന്നുണ്ടെങ്കിലും എനിക്ക് ഇപ്പോഴും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ബൈക്കിങ്ങിലുണ്ട്. സ്ലോ ആയിട്ടുള്ള ഒരു മനൂവറിങ്ങിലും ട്രാഫിക്കിനിടയിൽ കൂടി ഓടിക്കുമ്പോഴും ഒക്കെ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഞാൻ ഇനിയും അതിൽ സ്വയം വർക്ക് ചെയ്യാനുണ്ട് എന്നും ഡ്രൈവിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും നീന്തലൊക്കെ ജസ്റ്റ് വെള്ളത്തിൽ കൊണ്ടിട്ടാൽ മുങ്ങാതെ രക്ഷപ്പെടാൻ തന്നെ ഉള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയും കൂടുതൽ പഠിക്കാനുണ്ട് എന്ന തിരിച്ചറിവാണ് എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്തതിലൂടെ കിട്ടിയത്.